ഹരി, നമുക്ക് സ്ഥിരീകരിക്കാനാകുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ നൽകിയ മൊഴി കടകംപള്ളിക്കെതിരാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ഇതിനകത്ത് നേരത്തെ തന്നെ ചില മൊഴികൾ ലഭിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി തന്നെയാണ്. ആ പത്മകുമാറിന്റെ മൊഴിയിലാണ് പിന്നീട് തുടർന്ന് ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ. പരസ്യമായി പത്മകുമാർ ഈ ആരുടെയും പേര് പറയുന്നില്ല, ദേവതുല്യർ എന്നുള്ള ഒരു വാക്കിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നതെങ്കിൽ പോലും ഭരണസമിതിക്ക് എവിടെ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ അടക്കം ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളിൽ പത്മകുമാറിന്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ഭാഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് SITക്ക് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത സമയം മുതൽക്ക് പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യമാണ്. അത് ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ നിന്നാണ് എല്ലാ നീക്കങ്ങളും തുടങ്ങിയത് എന്നുള്ള മൊഴി തന്നെ പത്മകുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. ദേവസ്വം വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ഫയൽ നീക്കങ്ങളും എന്നതടക്കമുള്ള കാര്യങ്ങൾ പത്മകുമാർ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം, ഇതിൽ ആ അപേക്ഷ വെച്ച ദേവസ്വം വകുപ്പിൽ പാളികൾ കൊണ്ടുപോകാനുള്ള അപേക്ഷ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി SITയോട് പറഞ്ഞത് എന്താണെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു വിവരം അനുസരിച്ച് ഈ പത്മകുമാറിന്റെ മൊഴി അനുസരിച്ച് ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ജയിലിലെത്തിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേകമായി ചോദ്യം ചെയ്തത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. അപ്പോൾ പോറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ട് ഈ സമയത്ത് അറിയേണ്ടുന്ന ഒരു കാര്യം. എന്തായാലും അതിനകത്ത് കൃത്യമായ വിവരങ്ങൾ, മൊഴികളൊക്കെ തന്നെ ലഭിച്ചതുകൊണ്ടാവണം ഇത്രയും നിർണായകമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കൂടി SIT കടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട്, SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ നടത്തുന്നു. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ അടുത്ത ആളിലേക്ക്, അതായത് കടകംപള്ളിക്ക് ശേഷം പ്രശാന്തിനെ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പ്രശാന്തുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ വിമർശനം ഉന്നയിച്ച സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ശ്രുതി, അതിൽ 2024 ഇടപാട് ദുരൂഹമാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് തന്നെ ഹൈക്കോടതി എത്തിയിരുന്നു. മാത്രമല്ല ഇതിന്റെ മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ അന്ന് പരിശോധിക്കുന്ന സമയത്ത് അതിൽ ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളത് കൂടിയാണ്. അതായത് ഒരു 4-5 മാസത്തെ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഭരണസമിതി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഒന്നും തന്നെ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലില്ല എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഈ പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ കൊടുത്തുവിടാനുള്ള തീരുമാനം, ആ തീരുമാനം എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്താത്തത്, എന്തുകൊണ്ടാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ ഈ തീരുമാനം അറിയിക്കാത്തത് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആ സമയത്ത് ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പി പ്രശാന്തിന്റെ ഭാഗത്തുനിന്ന് അന്ന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പിന്നീട് ചോദിക്കുന്ന സമയത്ത് ആ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്നുള്ള ഒരു വീഴ്ച മാത്രം സംഭവിച്ചു. പക്ഷെ പിന്നീട് കൃത്യമായി ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി എന്നുള്ളതാണ് പ്രശാന്ത് പറഞ്ഞത്. പക്ഷെ മിനിറ്റ്സിൽ വന്നിട്ടുള്ള ആ ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് അല്ലെങ്കിൽ ആ വിഷയം അതിനകത്ത് ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായ മറുപടി ഇതേവരെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ പി പ്രശാന്തിൽ നിന്ന് ലഭിച്ചിരുന്നുമില്ല. മാത്രമല്ല അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മാസങ്ങൾക്ക് ശേഷം അങ്ങനെ പാളികൾ കൊടുത്തുവിടേണ്ട, അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നേരിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പുതുതായി ചുമതല ഏറ്റെടുത്ത തിരുവാഭരണം കമ്മീഷണർ R രജിലാൽ തീരുമാനിച്ചതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളത് കൂടി ഉയരുന്നൊരു ചോദ്യമാണ്. അത് ദേവസ്വം ബോർഡ് ഭരണസമിതി എടുത്തൊരു തീരുമാനത്തെയാണ് തിരുവാഭരണം കമ്മീഷണർ തിരുത്തിയത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ദുരൂഹത അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?